നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ആദായ നികുതി പരിധി 12 ലക്ഷം വരെയാക്കി ഉയർത്തി കേന്ദ്ര ബജറ്റ്. ഇന്ത്യയെ ആഗോള കളിപ്പാട്ട നിർമ്മാണത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കും. സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തേക്ക് പലിശരഹിത വായ്പ. ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കും. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് യാത്രക്കാരെ വലച്ചു. മാപ്രാണത്ത് റോഡ് നിർമ്മാണം നടക്കുന്നിടത്ത് ഒറ്റവരി ഗതാഗതം പാലിക്കാതെ എതിർദിശയിൽ വാഹനം വരുന്നത് മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കാണ് പണിമുടക്കിന് കാരണം. വായനയാണ് എന്റെ ലഹരി എന്ന തീരുമാനത്തിലേക്ക് കുട്ടികളെ എത്തിക്കണമെന്ന് ടി ടൈസൺ MLA. പരന്ന വായനയിലൂടെ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുമെന്നും MLA പറഞ്ഞു. വാർത്തകൾ വിശദമായി. ആദായ നികുതി പരിധി 12 ലക്ഷം വരെയാക്കി ഉയർത്തി കേന്ദ്ര ബജറ്റ് അവതരണം നടന്നു. ഇന്ത്യയെ ആഗോള കളിപ്പാട്ട നിർമ്മാണത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കും. സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തേക്ക് പലിശരഹിത വായ്പ. ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കും. PM കിസാൻ ആനുകൂല്യം വർദ്ധിപ്പിക്കും. ഇന്ത്യ പോസ്റ്റിനെ രാജ്യത്തെ വലിയ ലോജിസ്റ്റിക് കമ്പനിയാക്കി മാറ്റും. AI പഠനത്തിന് സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുന്നതിനായി 500 കോടി. ക്യാൻസറിനടക്കം ഗുരുതര രോഗങ്ങൾക്കുള്ള 36 മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി പൂർണ്ണമായും ഒഴിവാക്കി. ഭക്ഷ്യ സംസ്കരണത്തിന് പ്രത്യേക പദ്ധതി. മെയ്ഡ് ഇൻ ഇന്ത്യ ടാഗിന് പ്രചാരണം. വനിതാ സംരംഭകർക്ക് 5 കോടി വരെ വായ്പ. കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം ഉറപ്പാക്കാൻ പദ്ധതി. കാർഷിക ഗവേഷണത്തിന് പ്രോത്സാഹനം. തെരുവോര കച്ചവടക്കാർക്ക് പ്രത്യേക പദ്ധതി. പാഠപുസ്തകങ്ങൾ എല്ലാ പ്രാദേശിക ഭാഷകളിലും തുടങ്ങിയവയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. മാപ്രാണത്ത് റോഡ് നിർമ്മാണം നടക്കുന്നിടത്ത് ഒറ്റവരി ഗതാഗതം പാലിക്കാതെ എതിർദിശയിൽ വാഹനം വരുന്നത് മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കാണ് പണിമുടക്കിന് കാരണം. ഗതാഗതക്കുരുക്ക് വിഷയത്തിൽ അധികൃതർ ഇടപെടുന്നില്ലെന്ന് ആരോപിച്ചാണ് സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തുന്നത്. മാപ്രാണം മുതൽ പുത്തൻതോട് വരെ റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെ നിലവിൽ തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് ഒറ്റവരി ഗതാഗതമാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃശൂരിലേക്കുള്ള വാഹനങ്ങൾ പൊറുത്തുശ്ശേരി വഴി ചെമ്മണ്ട, കാറളം, മൂർക്കനാട് വഴി പുത്തൻതോടെത്തി തിരിഞ്ഞു പോകേണ്ടതാണ്. എന്നാൽ ഈ വാഹനങ്ങൾ നിയന്ത്രണം തെറ്റിച്ച് വലിയ തോതിൽ നിർമ്മാണം നടക്കുന്ന റോഡിലൂടെ എത്തുന്നത് വലിയ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വായനയാണ് എന്റെ ലഹരി എന്ന തീരുമാനത്തിലേക്ക് കുട്ടികളെ എത്തിക്കണമെന്ന് ടി ടൈസൺ MLA. പരന്ന വായനയിലൂടെ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുമെന്നും ടി ടൈസൺ MLA പറഞ്ഞു. രാവിലെ മുതൽ ഒരു 10 മണി 4 മണി വരെ പഠിപ്പിക്കാനുള്ള കേന്ദ്രത്തിനപ്പുറത്തേക്ക് നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം ഒന്ന് മാറണം. ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ മിക്കവാറും പരസ്പരം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം എയർ കണ്ടീഷൻ വരെയൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പല പ്രദേശത്തും. എയർ കണ്ടീഷൻ ആവണമെന്നുള്ള ആഗ്രഹമുള്ളതാണ് എല്ലാ ടെൻഡൻസി നടന്നത്. എന്നാലും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങി. നമ്മുടെ ഒരു ഭാഗം നമ്മൾ ആദ്യം ആലോചിച്ചത് വൃത്തിയില്ലാത്ത അടുക്കള എന്നുള്ളതൊരു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു, പോരായ്മയായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നല്ല ശ്രമം നടത്തി. ഏകദേശം 58 വിദ്യാലയങ്ങൾക്ക് നമ്മൾ എന്ത് കൊടുത്തു. അതെന്ന് വെച്ചാൽ ചോദിച്ചാൽ എല്ലാവർക്കും പറയേണ്ടത് എല്ലാവർക്കും നമ്മൾ അടുക്കള കൊടുത്തു. അപ്പൊ എവിടെ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് നോക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. എല്ലാ അടുക്കള എങ്ങനെയാണ് കുട്ടികൾക്ക് നല്ല വിധത്തിലുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എല്ലാ ക്ലാസ് മുറികളിലും ലൈബ്രറി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ഹൈസ്കൂൾ കൊടുത്തു, UP കൊടുത്തു. നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ക്ലബുകൾക്ക് നമ്മൾ പുസ്തകം കൊടുത്തു. എല്ലാ ക്ലബുകളും. കയ്പമംഗലം മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ ഭാഗമായ കലാമുറ്റത്തിന്റെ നേതൃത്വത്തിൽ MLA പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ എല്ലാ പ്രൈമറി വിദ്യാലയങ്ങൾക്കും നൽകുന്ന പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. ശ്രീനാരായണപുരം, മതിലകം എന്നീ ഗ്രാമപഞ്ചായത്ത് തല വിതരണോദ്ഘാടനമാണ് നടന്നത്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, ചിന്ത, പ്രഭാത് ബുക്ക് ഹൗസ്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നീ പബ്ലിക്കേഷൻസിന്റെ 3 ലക്ഷം രൂപയുടെയും സബ്സിഡി ഇനത്തിലെ പുസ്തകവും കൂടി മണ്ഡലത്തിലെ 65 വിദ്യാലയങ്ങൾക്കും നൽകുന്ന പരിപാടികൾ വരും ദിവസങ്ങളിൽ പൂർത്തീകരിക്കുമെന്നും ടി ടൈസൺ MLA പറഞ്ഞു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് മുഖ്യാതിഥിയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയ്യൂബ്, വാർഡ് മെമ്പർ ജിനൂബ്, സെന്റ് മേരീസ് പ്രധാനാധ്യാപിക സിസ്റ്റർ പാവന,
മതിലകം BPC റസിയ TM, കലാമുറ്റം കൺവീനർ NV ജ്യോതി, PTA പ്രസിഡന്റുമാരായ VM ഫൈസൽ, ഫാത്തിമ, സ്കൂൾ വികസന സമിതി അംഗം PR ഗോപി, MA RM ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ AG സുനിൽ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം എഴുത്തുകാരനും സംവിധായകനുമായ രാജേഷ് നാരായണൻ നിർവഹിച്ചു. മികവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങൾ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് PB രഘു അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, പ്രധാന അധ്യാപിക ഷൈനി ജോസ്, പ്രിൻസിപ്പൽ ഇൻചാർജ് K മിനി, SMC ചെയർമാൻ നവാസ് പടുവിങ്ങൽ, MPTA പ്രസിഡന്റ് PS സനിത, സ്റ്റാഫ് സെക്രട്ടറി നിമ്മി മേപ്പുറത്ത്, സ്കൂൾ ലീഡർ K ബാലവർമ്മ, സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ K ഉഷാനന്ദിനി, PM ഏലിയാമ്മ, CG മുരളീധരൻ, TG അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പൊതുജലാശയങ്ങളിലെ കാരച്ചെമ്മീൻ വിത്ത് നിക്ഷേപം കൃഷ്ണൻകോട്ട കായലിൽ നടന്നു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ പൊതുജലാശയങ്ങളിൽ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതി നടപ്പിലാക്കാറുണ്ട്. ഇത് ഈ മത്സ്യത്തൊഴിലാളികളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇങ്ങനെ പദ്ധതി ജില്ലാ പഞ്ചായത്ത് സംയുക്തമായി നടത്തുന്നത്. എന്തായാലും നമ്മുടെ മത്സ്യ കർഷകരെ സഹായിക്കാനായിട്ട് ഇങ്ങനെയുള്ള പദ്ധതികൾ ഇനിയും മുന്നോട്ട്, ഇപ്പോൾ ചെമ്മീൻ, കാരച്ചെമ്മീനാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കരിമീനും പിലോപ്പിയും അതുപോലെ പൂമീനൊക്കെയാണ് നിക്ഷേപിച്ചത്. അപ്പോൾ ഏതായാലും നമ്മുടെ കായലിൽ, നമ്മുടെ ഈ പുഴയിൽ മത്സ്യസമ്പത്ത് സമൃദ്ധമായി വളരട്ടെ, ഇത് മത്സ്യ കർഷകർക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അധ്യക്ഷത വഹിച്ചു. രാജേഷ് മോഹൻ, AS വിജീഷ്, MM ജിബിന, പഞ്ചായത്ത് സെക്രട്ടറി TC ഗീത തുടങ്ങിയവർ സംസാരിച്ചു. പിടികിട്ടപ്പുള്ളി പിടിയിൽ. മാള മടത്തുംപടി കോനാട്ട് ജിഷ്ണു 27 വയസ്സാണ് പിടിയിലായത്. 2022 ഏപ്രിൽ 13-നാണ് സംഭവം. കഞ്ചാവ് വിൽക്കുന്നതിനെതിരെ പരാതി കൊടുത്തതിലുള്ള വിരോധത്തിൽ പ്രതി മാള ചക്കാട്ടിക്കുന്നിൽ വെച്ച് വിനോദ്, സുഭാഷ്, സനീഷ് എന്നിവരെ ഭീഷണിപ്പെടുത്തി കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ പോയ പിടികിട്ടാപ്പുള്ളിയായ ജിഷ്ണുവിനെ മാള പോലീസ് പിടികൂടുകയായിരുന്നു. മാള SHO സജിൻ ശശിയുടെ നേതൃത്വത്തിൽ ദിബീഷ്, ജിബിൻ, രഞ്ജിത്ത്, തോമസ്, മനോജ്, ജോസഫ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഡോൺ ബോസ്കോയുടെയും വിശുദ്ധ സെബാസ്തിനോസിന്റെയും സംയുക്ത തിരുനാളിന് ബിഷപ്പ് എമിററ്റ്സ് ഡോക്ടർ ജോസഫ് കാരികശ്ശേരി കൊടിയേറ്റി. കൊടിയേറ്റത്തിന് ശേഷം നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ആൽബർട്ട് ജോർജ് കാട്ടുകണ്ടത്തിൽ വചനപ്രഘോഷണം നടത്തി. തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികവും കലാപരിപാടികളും നടന്നു. ശനിയാഴ്ച തിരുനാൾ ദിവ്യബലിയും പ്രദക്ഷിണവും നടക്കും. ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ ദിവ്യബലി, തുടർന്ന് അമ്പെഴുന്നള്ളിപ്പ്. വൈകിട്ട് നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ ഫാദർ റോക്കി റോബി കളത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഒരു നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. നമ്മുടെ കളിസ്ഥലം ഏറ്റെടുക്കൽ പ്രഖ്യാപനം ഞായറാഴ്ച നടക്കുമെന്ന് ഗ്രാമീണ വായനശാല കളരിപ്പറമ്പ് ആർട്സ് ഓഫ് കളരിപ്പറമ്പ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ജനകീയ കൂട്ടായ്മയിലൂടെ കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയ്ക്ക് സമീപം 68 ലക്ഷം രൂപ ചിലവിട്ടാണ് 40 സെന്റ് കളിസ്ഥലം കരസ്ഥമാക്കിയത്. സ്നേഹസംഗമം, ദീപശിഖ റാലി, ഘോഷയാത്ര, കലാപരിപാടികൾ, മ്യൂസിക്കൽ മിറാക്കിൾ തുടങ്ങിയവ നമ്മുടെ കളിസ്ഥലം ഏറ്റെടുക്കൽ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നടക്കും. ഫെബ്രുവരി 1 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മതിലകം പള്ളി വളവ് നേവി ജോർജിന്റെ വസതിയിൽ നിന്ന് കായിക താരങ്ങളുടെ സാന്നിധ്യത്തിൽ കുടുംബാംഗങ്ങൾ നൽകുന്ന ദീപശിഖ കളിസ്ഥലത്തിന് സമീപമുള്ള MA യൂസഫ് മാസ്റ്റർ സ്മാരക കവാടത്തിൽ എത്തിച്ചേരും. മതിലകം SH MK ഷാജി ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. ഞായറാഴ്ച വൈകിട്ട് 5:30 പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്നും വാദ്യമേളങ്ങളോടെ ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ ജനപ്രതിനിധികൾ, കായിക താരങ്ങൾ, കരാട്ടെ കളരി വിദ്യാർത്ഥികൾ, കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നമ്മുടെ കളിക്കളം ഏറ്റെടുക്കൽ പ്രഖ്യാപനം നിർവഹിക്കും. ET ടൈസൺ MLA അധ്യക്ഷത വഹിക്കും. ബെന്നി ബെഹനാൻ MP, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സീഷോർ ഗ്രൂപ്പ് ചെയർമാൻ സീഷോർ മുഹമ്മദ് അലി എന്നിവർ മുഖ്യ അതിഥികൾ ആയിരിക്കും.
കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഇ.ടി. ടൈസൺ എം.എൽ.എ, സ്ഥലമെടുപ്പ് സമിതി ജനറൽ കൺവീനർ എം.എസ്. ദിലീപ്, വായനശാല പ്രസിഡന്റ് പി.വി. സജിത, സംഘാടക സമിതി ചെയർമാൻ എം.കെ. പ്രേമാനന്ദൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി.എം. സിജിത്ത്, ചെയർമാൻ പി.കെ. സുനിൽകുമാർ, സ്ഥലമെടുപ്പ് സമിതി കോർഡിനേറ്റർ എം.എസ്. ലെനിൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ആദായനികുതി പരിധി 12 ലക്ഷം വരെയാക്കി ഉയർത്തി കേന്ദ്ര ബജറ്റ്. ഇന്ത്യയെ ആഗോള കളിപ്പാട്ട നിർമ്മാണത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കും. സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തേക്ക് പലിശരഹിത വായ്പ. ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കും. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് യാത്രക്കാരെ വലച്ചു. മാപ്രാണത്ത് റോഡ് നിർമ്മാണം നടക്കുന്നിടത്ത് ഒറ്റവരി ഗതാഗതം പാലിക്കാതെ എതിർദിശയിൽ വാഹനം വരുന്നത് മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കാണ് പണിമുടക്കിന് കാരണം. വായനയാണ് എന്റെ ലഹരി എന്ന തീരുമാനത്തിലേക്ക് കുട്ടികളെ എത്തിക്കണമെന്ന് ഇ.ടി. ടൈസൺ എം.എൽ.എ. പരന്ന വായനയിലൂടെ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുമെന്നും എം.എൽ.എ. പറഞ്ഞു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.